ഉരുളുപുട്ട് കണ്ടിട്ട് വരുന്ന വഴിക്ക് മിനിസ്റ്റർ ടി വിയിലൊന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. മിനിസ്റ്ററുടെ വിസിറ്റോ? ഓ, ടി വിയിലല്ലേ? ഓ, വിസിറ്റ് ചെയ്തിട്ട് പോകട്ടെ. അല്ല, അദ്ദേഹം അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോ പോലീസ് ബന്ദോബസ്തിന്റെ കാര്യം? ആഹാരം കഴിക്കുന്നിടത്ത് എന്തിനാണോ പോലീസ് ബന്ദോബസ്ത്? അവര് കഴിക്കുന്നത് എന്താണെന്ന് പൊതുജനം അറിയരുതല്ലോ. ആ, എന്നാ അവര് കഴിക്കുന്ന എന്താണെന്ന് പോലീസുകാരും അറിയണ്ട. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നുമില്ലേ? എങ്കിൽ പൊയ്ക്കോ. സാരമില്ല, അന്നത്തെ ആക്സിഡന്റിന് ശേഷം ലേശം ഒരു കുഴപ്പമുണ്ട്. അത് കാര്യമാക്കാനില്ല, പെട്ടെന്ന് മാറിക്കൊള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഹലോ. ആ, നോ നോ നോ, റോങ് നമ്പർ. ആരാ അത്? ഏതോ ഒരു ലയൻ സി മേനോനാണെന്ന് സി ജയമോഹൻ അന്വേഷിക്കുന്നു. നിന്റെ പേരിപ്പോ ജയമോഹൻ എന്നല്ലേ? അക്കാര്യം ഞാൻ വിട്ടുപോയി. മേലാൻ ശ്രദ്ധിക്കാം. ഇനി മറ്റൊരു കാര്യം, ഞാൻ കടന്നു വരുമ്പോ എഴുന്നേക്കണം. അതെന്തിന്? മേലുദ്യോഗസ്ഥന്മാർ കടന്നു വരുമ്പോ എഴുന്നേക്കുക എന്നുള്ളത് ഒരു ഔദ്യോഗിക മര്യാദയാണ്. അപ്പോ ഫോണും കൊണ്ട് എഴുന്നേക്കണ്ടേ? കീഴുദ്യോഗസ്ഥന്മാർ ഫോൺ ചെയ്യുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴൊന്നും മേലുദ്യോഗസ്ഥന്മാർ കടന്നു വന്നുകൂടാ. അതൊരു ഔദ്യോഗിക മര്യാദയാ. ശരി, വരൂ. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞോ? ഇവിടെ എത്ര ഉള്ള പണി? വാ, പറയട്ടെ. ജയമോഹൻ, സിറ്റിയിൽ ഒരു റൗണ്ട് പോയിട്ട് വരൂ. അതെന്തിനാ? നിങ്ങളിപ്പോ സ്പെഷ്യൽ ഡ്യൂട്ടിയിലല്ലേ? ഓ, അത് ഞാൻ മറന്നു. ഇപ്പൊ തന്നെ വേഗം. തലയ്ക്കുള്ള മുറിവല്ലേ, ഓർമ്മപ്പശ സംഭവിക്കാം. ഓർമ്മപ്പശയാണെങ്കിൽ സാരമില്ല, മറ്റവനാണെങ്കിൽ കുഴഞ്ഞത് തന്നെ. തോക്കല്ലയോ തൂക്കിയിട്ടിരിക്കുന്നത്, എടുത്ത് പെരുമാറാൻ തോന്നിയാൽ പിള്ളേര് വെള്ളത്തിലായത് തന്നെ. ഭഗവാനെ,